ഹലോ ഫ്രണ്ട്സ്, ഇപ്പം ദേ സമയം രാവിലെ 6:30 ആയിട്ടുള്ളൂ കേട്ടോ. ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയണോ? വാ. 400. ഇത് 300. നെമ്മീൻ ചൂല, ഇത് നാടൻ ചൂല. ഇത് 200, 150. നെമ്മീൻ ചൂല. അപ്പോൾ ദേ ഇതാണ് കേട്ടോ തിരുവനന്തപുരത്തെ പ്രശസ്തമായ കുമരിച്ചന്ത. ഞാൻ ഇവിടെ നിന്നാണ് മീൻ വാങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മീൻ വാങ്ങലും പിന്നെ വീട്ടിൽ പോയിട്ടുള്ള മീൻ വെക്കലും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. 780 രൂപ. അപ്പോൾ കുറച്ച് 750 കൊടുക്കും. അടുത്ത് എത്ര ഒരു കിലോ എന്ത് വില എന്ന് പറഞ്ഞാൽ 250. 1 കിലോ ആണോ? മതിയോ?
ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെ കാഴ്ചകളാണ് കേട്ടോ ഇത്. നമ്മളെല്ലാം ഓരോ മീനുകളായിട്ടെടുത്ത് ചട്ടിയിലോട്ട് ഇട്ടിട്ട് അതെല്ലാം പറക്കി ഫ്രിഡ്ജിൽ വെച്ച് ഓരോ ദിവസത്തേക്ക് മാറ്റി വെച്ചു. അതാണ് അടുത്ത പ്രോസസ്സിങ് എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് നെമ്മീൻ. ഈ നെമ്മീനിൻ്റെ വില എന്ന് പറയുന്നത് 700 രൂപയ്ക്കാണ് നമുക്ക് ഇത്രയും നെമ്മീൻ കിട്ടിയത്. ഇത് ക്ലീൻ ചെയ്ത് ബാക്കിയെല്ലാം പോയി കേട്ടോ. തലയുണ്ട് ഇതിനകത്ത്, ബാക്കിയുള്ള അളവ് സാധനങ്ങളൊക്കെ പോയി. ഇത് നെമ്മീന് 700 രൂപ. കടിമീനാണ് ഇത് 200 രൂപ. കണ്ടോ, ഇത്രയും കടിമീൻ 200 രൂപ, 3 എണ്ണം. കിലോ 450 രൂപയാണ്. നമുക്ക് 1 കിലോയാണ് നമ്മൾ മേടിച്ചത്. 1 കിലോ നമുക്ക് 3 എണ്ണം തൂങ്ങിയ കരിമീൻ. ഇത് നമുക്ക് 450 രൂപയ്ക്കാണ് കിട്ടിയത്. 3 എണ്ണം 1 കിലോ. ഇത് സാധാരണ നമ്മൾ ചാളയാണ് വാങ്ങുന്നത്. പിന്നെ ആ ചന്തയിൽ ചാളയേ ഇല്ല. അപ്പം ചാള ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അയലയുടെ കുഞ്ഞുങ്ങളുണ്ട്. ഇത് അവർക്ക് ഇതെന്ന് പറയുന്നത് നെത്തോളിയാണ്. ഇത് 150 രൂപയാണ്. 1 കിലോ 150 രൂപ. 125 പക്ഷേ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അവർ 25 രൂപയ്ക്ക് കൂടെ ഇട്ട് തന്നു. ഒരു ചട്ടി നെത്തോലിയുണ്ട് 150 രൂപയ്ക്ക്. പക്ഷെ നല്ല ലാഭമാണ് ഈ ഒരു ചന്തയിൽ. നമ്മൾ രാവിലെ പോകണം, മോർണിംഗിൽ പോകണം കേട്ടോ, എന്നാലേ നമുക്ക് ലാഭത്തിന് കിട്ടുള്ളൂ. അങ്ങനെ ഇത്രയും മീനുകളാണ് നമ്മൾ മേടിച്ചത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ള കണ്ടെയ്നേഴ്സ് എടുക്കും. അങ്ങനെ നമ്മുടെ മീനെല്ലാം നല്ല ഫ്രഷായിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കി ഓരോ പാക്കറ്റിലാക്കി വെച്ചു കേട്ടോ. 2 എണ്ണത്തിൽ നെത്തോലി, 1 എണ്ണത്തിൽ നെമ്മീൻ ഫ്രൈ ചെയ്യാനുള്ളത്, പിന്നെ കടിമീൻ, പിന്നെ അയില, പിന്നെ കരിമീൻ. അങ്ങനെ എല്ലാം നമ്മളിത് മൂടി ഫ്രഷായിട്ട് വെക്കാൻ പോവാണ്. അയ്യോ, കരിമീനിൽ വെള്ളം ഒഴിച്ചില്ല കേട്ടോ. ഇതെന്തിനാണ് വെള്ളം ഒഴിച്ചിട്ട് വെക്കുന്നതെന്ന് അറിയാമോ? അപ്പം നല്ല കൂടുതൽ നല്ല ഫ്രഷായിട്ടിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഐസ് കട്ടയായിട്ട് തന്നെ നമുക്ക് ഇരിക്കും. അപ്പം മീൻ കൊണ്ടുവരുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ വെക്കണം കേട്ടോ. ഇത് ഇതിപ്പോൾ ഒരു 3-4 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള മീനല്ലേ. സോ അതുകൊണ്ട് എല്ലാം ഫ്രഷായിട്ട് തന്നെ നമുക്ക് വെക്കാം. മീൻ കൊണ്ടുവന്നത് പൂച്ചക്കുട്ടൻ നമ്മുടെ പുറത്തുള്ള പൂച്ചക്കുട്ടന്മാർ എത്തിയിട്ടുണ്ട്. തരാം നിനക്ക് ഇതുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട്, തരാം കേട്ടോ. ഫ്രൈ ഒക്കെ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാവേ. നമ്മുടെ മീൻകറി ഇവിടെ തിളച്ച് തലയും കഷ്ണങ്ങളും ഒക്കെ മുരിങ്ങയ്ക്കയും എല്ലാം കൂടെ ഇട്ട് നല്ല ഭംഗിയായിട്ട് തിളച്ചിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഫ്രൈ കഴിഞ്ഞു കേട്ടോ, ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മുടെ ഇന്നത്തെ മെനു എന്ന് പറയുന്നത് നെമ്മീൻ ഫ്രൈയും നെമ്മീൻ കറിയുമാണ് കേട്ടോ. രസം ഇവിടെ രസം. വീഡിയോ ഇഷ്ടപ്പെട്ടോ? തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. അതുവരേക്കും ബൈ ബൈ.